Hello my dear students, hope you all are fine. Welcome to our study YouTube channel. Today we will learn the second chapter of second unit. The story, name of the story is I Want. So let's start our class. അപ്പോൾ സെക്കൻഡ് യൂണിറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഐ ആം ലക്കി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചായിരുന്നു. ഇത് സെക്കൻഡ് ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്ന ഐ വോണ്ട് എന്നാണ് ഈ സ്റ്റോറിയുടെ പേര്. ഓക്കെ, ഐ വോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് വേണം എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, സോ ലെറ്റ്സ് എൻജോയ് ദ സ്റ്റോറി. ഓക്കെ, ഐ വോണ്ട് ടു ബി ബിഗ് സേയ്സ് ലിറ്റിൽ മങ്കി. ഐ വോണ്ട് ടു ബി സ്ട്രോങ്. അപ്പോൾ ഇതേ നോക്കിയേ, ഒരു ബ്രാഞ്ചിൽ ഒരു മങ്കി തൂങ്ങിക്കിടങ്ങുന്നുണ്ടല്ലോ. ആ മങ്കിയുടെ ആവശ്യമാണ് പറയുന്നത്. ഐ വോണ്ട് ടു ബി ബിഗ്, എനിക്ക് എന്താവണം? ഐ വോണ്ട് ടു ബി ബിഗ് സേയ്സ് ലിറ്റിൽ മങ്കി. ഐ വോണ്ട് ടു ബി സ്ട്രോങ്. അപ്പോൾ ലിറ്റിൽ മങ്കിക്ക് എന്തൊക്കെ ആവണമെന്നാണ് പറയുന്നത്? ഐ വോണ്ട് ടു ബി ബിഗ് ആൻഡ് ടു ബി സ്ട്രോങ്. സ്ട്രോങ്ങും ബിഗും ആവണം. ഓക്കെ, എ വൈസ് വുമൺ ഹിയേഴ്സ് ഹിം. ഒരു ബുദ്ധിമതിയായ ഒരു വുമൺ ഇത് കേട്ടു. ആര്? ഈ മങ്കി പറയുന്നത് ഒരു ബുദ്ധിമതിയായ ഒരു വുമൺ. ഇത് നോക്കിയേ, കണ്ടോ? വുമണും നമ്മുടെ മങ്കിയും കൂടെ നിന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ. അപ്പോൾ ഒരു ബുദ്ധിമതിയായ ഒരു വുമൺ ഇത് കേട്ടു. ടേക്ക് ദിസ് മാജിക് വാൻഡ് ഷീ സേയ്സ് ആൻഡ് ഓൾ യുവർ വിഷസ് ക്യാൻ കം ട്രൂ. അപ്പോൾ ആ വുമൺ എന്ത് ചെയ്തു എന്നറിയാമോ? ആ വുമൻ്റെ കയ്യിലിരുന്ന ഒരു മാജിക് വാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാന്ത്രിക വടി ഇല്ലേ? ടേക്ക് ദിസ് മാജിക് വാൻഡ്. ഈ മാജിക് വാൻഡ് നീ എടുത്തോളൂ. എന്നിട്ട് പറഞ്ഞു, ആൻഡ് ഓൾ യുവർ വിഷസ് ക്യാൻ കം ട്രൂ. ഇതുവഴി നിനക്ക് നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സത്യമായിട്ട് വരും. ഓക്കെ, എ ജിറാഫ് കംസ് ബൈ. ഇത് കഴിഞ്ഞപ്പോൾ ആര് വന്നു? അതുവഴി ഒരു ജിറാഫ് വന്നു. ഹീ സ്ട്രെച്ചസ് ഹിസ് ലോങ് നെക്ക്. അവൻ എന്ത് ചെയ്തു? അവൻ്റെ ജിറാഫിനെ കണ്ടിട്ടില്ലേ എല്ലാവരും? അവന് വലിയ കഴുത്താണ് ഇല്ലേ? ആ ജിറാഫിൻ്റെ കഴുത്ത് എന്ത് ചെയ്തു? സ്ട്രെച്ച് ചെയ്തു. ഹി ഈറ്റ്സ് ദ സ്വീറ്റ് ലീവ്സ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ട്രീസ്. ആ ട്രീയുടെ ഏറ്റവും മുകളിൽ നിന്ന് നല്ല സ്വീറ്റായിട്ടുള്ള ലീവ്സ് അവൻ്റെ നീളമുള്ള ലോങ് നെക്ക് സ്ട്രെച്ച് ചെയ്ത് അവ എന്ത് ചെയ്തു? കഴിച്ചു. ഐ വോണ്ട് എ ലോങ് നെക്ക് സേസ് ലിറ്റിൽ മങ്കി. ഇത് കണ്ടപ്പോഴത്തേക്ക് ലിറ്റിൽ മങ്കി എന്ത് പറഞ്ഞു? എനിക്കൊരു നീളമുള്ള ഐ വോണ്ട് എ ലോങ് നെക്ക്. ഇത് പറഞ്ഞു തീർന്നില്ല. അപ്പോൾ ഈ വുമൺ കൊടുത്ത മാജിക് വാൻഡ് കയ്യിലിരിക്കുകയാണ് അല്ലേ? ആ മാജിക് വാൻഡ് പിടിച്ചുകൊണ്ട് എന്ത് പറഞ്ഞാലും അത് സത്യമാവുമെന്നാണ് വുമൺ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഐ വോണ്ട് എ ലോങ് നെക്ക് എന്ന് ആ ലിറ്റിൽ മങ്കി പറഞ്ഞതും എന്ത് പറ്റി? പോപ്പ്. എന്ത് പറ്റി? ഹിസ് നെക്ക് ഗ്രോസ് ലോങ്. അവൻ്റെ കഴുത്ത് എന്ത് ചെയ്തു? നീണ്ടു വളരാൻ തുടങ്ങി. ജസ്റ്റ് ലൈക്ക് ദ ജിറാഫിൻ്റെ കഴുത്ത് പോലെ അവൻ്റെ കഴുത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? ഹിസ് നെക്ക് ഗ്രോസ് ലോങ്. ലിറ്റിൽ മങ്കി ഈസ് ഹാപ്പി. ഇത് കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞു മങ്കിക്ക് ഹാപ്പിയായി. ആൻ എലിഫൻറ്റ് കംസ് ഡൗൺ ടു ദ റിവർ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആര് വന്നു? റിവറിൻ്റെ അടുത്തായിട്ട് ഒരു എലിഫൻറ്റ് വന്നു. ഹി ഫിൽസ് ഹിസ് ട്രങ്ക് വിത്ത് വാട്ടർ. അവൻ്റെ തുമ്പിക്കൈ, ട്രങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തുമ്പിക്കൈ നിറച്ച് എന്തെടുത്തു? വെള്ളം എടുത്തു. ഹി ബ്ലോസ് ഇറ്റ് ഓൾ ഓവർ ഹിംസെൽഫ്. നിങ്ങൾ കണ്ടിട്ടില്ലേ തുമ്പിക്കൈയിൽ വെള്ളം എടുത്ത് ആനയുടെ ശരീരത്തിൽ തന്നെ തെറിപ്പിക്കുന്ന? അതുപോലെ എന്ത് ചെയ്തു? അവൻ ആ തുമ്പിക്കൈയിൽ ഹി ഫിൽസ് ഹിസ് ട്രങ്ക് വിത്ത് വാട്ടർ ആൻഡ് ഹി ബ്ലോസ് ഇറ്റ് ഓൾ ഓവർ ഹിംസെൽഫ്. ഐ വോണ്ട് ടു ഡു ദാറ്റ് ടു സേസ് ലിറ്റിൽ മങ്കി. ഇത് കണ്ടപ്പോഴത്തേക്ക് ലിറ്റിൽ മങ്കിക്ക് വീണ്ടും ഒരു ആഗ്രഹം, എനിക്കും അതുപോലെയുള്ള ട്രങ്ക് വേണമെന്ന്. ഐ വോണ്ട് ടു ഡു ദാറ്റ് ടു. എനിക്കും അതുപോലെ ആ ട്രങ്ക് വെച്ച് വെള്ളം ഫില്ല് ചെയ്തിട്ട് എനിക്കും ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം. ഇത് പറഞ്ഞു തീർന്നില്ല. അതിന് മുന്നേ എന്ത് പറ്റി? ബാങ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഹി ഗ്രോസ് എ ട്രങ്ക്. ഇത് പറഞ്ഞു തീർന്നതും എന്ത് പറ്റി? മങ്കിക്ക് എന്ത് വന്നു? ഒരു ട്രങ്ക് വളർന്നു വന്നു. ഹീ ഈസ് വെരി ഹാപ്പി. ഇത് കണ്ടപ്പോഴത്തേക്ക് മങ്കിക്ക് എന്തായി? ഹീ ഈസ് വെരി ഹാപ്പി. ദിസ് ഈസ് ഫൺ. ഇത് നല്ല രസമുണ്ട്. ഹി സേസ്. നെക്സ്റ്റ് ലിറ്റിൽ മങ്കി സീസ് എ സീബ്ര. അപ്പോൾ അടുത്തതായിട്ട് ലിറ്റിൽ മങ്കി ആരെ കണ്ടു? ഒരു സീബ്രേനെ കണ്ടു. അതേ നോക്കിയേ, പിക്ചറിൽ നോക്കിയേ, മങ്കിയാണിത്. മങ്കിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയേ? സീബ്രേനെ പോലത്തെ ലോങ് നെക്കും അതുപോലെ തന്നെ ട്രങ്കും വളർന്നിരിക്കുന്നുണ്ടോ? പിന്നെ ഹീ ഈസ് വെരി ഹാപ്പി. ദിസ് ഈസ് ഫൺ ഹി സേസ്. നെക്സ്റ്റ് ലിറ്റിൽ മങ്കി സീസ് എ സീബ്ര. അടുത്ത ആരായിട്ട് കണ്ടു? ഒരു സീബ്രേനെ കണ്ടു. ഐ വോണ്ട് സ്ട്രൈപ്സ് ലൈക്ക് ദോസ് ഹി സേസ്. എനിക്കതുപോലെ കണ്ടിട്ടില്ലേ നിങ്ങൾ? സീബ്രയുടെ പുറത്ത് എന്താണ്? വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ സ്ട്രൈപ്സ് ഉണ്ട് അല്ലേ? വരകളുണ്ട്. അതുപോലെ എനിക്കും വേണമെന്ന് ആര് പറഞ്ഞു? മങ്കി പറഞ്ഞു. ഹി സേസ് വിസ്. എന്ത് പറ്റി? ലിറ്റിൽ മങ്കി ഹാസ് സ്ട്രൈപ്സ് ഓൾ ഓവർ ഹിസ് ബോഡി ജസ്റ്റ് ലൈക്ക് ദ സീബ്ര. ഇത് പറഞ്ഞു തീർന്നില്ല. വിസ് എന്നും പറഞ്ഞ് ഒരു
സൗണ്ടിൽ എന്ത് പറ്റി? അവൻ്റെ ദേഹത്തെല്ലാം തന്നെ എന്ത് വന്നു? വൈറ്റ് ആൻഡ് ബ്ലാക്ക് സ്ട്രൈപ്സ് വന്നു. ആരെപ്പോലെ? ജസ്റ്റ് ലൈക്ക് ദി സീബ്ര. ഹി ഈസ് വെരി വെരി ഹാപ്പി. ഇത് കണ്ടപ്പോഴത്തേക്ക് ലിറ്റിൽ മങ്കി വളരെ ഹാപ്പിയായി. ഹി ഗോസ് ടു ദ റിവർ ടു ട്രൈ ഔട്ട് ഹിസ് ന്യൂ ട്രങ്ക്. അവൻ എന്ത് ചെയ്തു? എല്ലാം കഴിഞ്ഞപ്പോൾ നേരെ റിവറിലോട്ട് പോയി. എന്തിനു വേണ്ടിയിട്ടാണ്? തനിക്ക് കിട്ടിയ പുതിയ ട്രങ്ക് എന്താണ്? ദേ കണ്ടോ, തുമ്പിക്കൈ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ് റിവറിൻ്റെ അടുത്ത് ചെന്നു. ഹി ലുക്സ് ഡൗൺ. അവൻ വെള്ളത്തിലേക്ക് നോക്കി. ഹി സീസ് ഹിംസെൽഫ് ഇൻ വാട്ടർ. അവനെ തന്നെ എവിടെ കണ്ടു? വെള്ളത്തിൽ കണ്ടു. ഹി സീസ് ഹിംസെൽഫ് ഇൻ ദ വാട്ടർ. ഹീസ് ഹിംസെൽഫ് ഇൻ ദ വാട്ടർ. അതേ നോക്കിയേ, പിക്ചറിൽ നോക്കിയേ, അവൻ വന്ന് റിവറിൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യാണ്? അവനെ തന്നെ ആ വെള്ളത്തിൽ നോക്കുകയാണ്. ഹി സീസ് ഹിസ് ഓൺ റിഫ്ലക്ഷൻ. അവൻ്റെ റിഫ്ലക്ഷൻ തന്നെ വെള്ളത്തിലടിച്ചപ്പോഴത്തേക്ക് അവനത് കാണുകയാണ്. കണ്ടോ? ഹി സീസ് ഹിംസെൽഫ് ഇൻ ദ വാട്ടർ. ഓക്കെ. മദർ, ഹി ക്രൈസ്. അവൻ വെള്ളത്തിലോട്ട് നോക്കിയത് അമ്മേ എന്ന് പറഞ്ഞു കരഞ്ഞു. ഹെൽപ്പ്, എ മോൺസ്റ്റർ. അവൻ എന്താണ് വിചാരിച്ചത്? അവനെ തന്നെ കണ്ടിട്ട് അവൻ എന്ത് വിചാരിച്ചു? ഒരു മോൺസ്റ്റർ ആണെന്ന് വിചാരിച്ചു. ദാറ്റ് ഈസ് നോട്ട് എ മോൺസ്റ്റർ. മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് നോട്ട് എ മോൺസ്റ്റർ. അപ്പോൾ അവൻ്റെ അമ്മ എന്ത് പറഞ്ഞു? അതൊരു മോൺസ്റ്റർ അല്ല. മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീകരജീവി അല്ലെങ്കിൽ രാക്ഷസൻ. അതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്? മോൺസ്റ്റർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് എ മോൺസ്റ്റർ സേസ് ഹിസ് മദർ. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു, എന്താ പറഞ്ഞത്? ദാറ്റ് ഈസ് നോട്ട് എ മോൺസ്റ്റർ, ദാറ്റ് ഈസ് യു. അത് നീയാണ്. യു വാണ്ട് എ ജിറാഫ്സ് നെക്ക് ആൻഡ് എലിഫൻറ്റ്സ് ട്രങ്ക് ആൻഡ് സ്ട്രൈപ്സ് ലൈക്ക് എ സീബ്ര. ഡോണ്ട് യു റിമെമ്പർ? അപ്പോൾ അവൻ്റെ അമ്മ എന്ത് പറഞ്ഞു? നിനക്ക് ജിറാഫിനെ പോലത്തെ നെക്ക് വേണം, എലിഫൻറ്റിനെ പോലത്തെ ട്രങ്ക് വേണം, സീബ്രേനെ പോലത്തെ സ്ട്രൈപ്സ് വേണം. നിനക്കിതൊന്നും ഡോണ്ട് യു റിമെമ്പർ? നിനക്കിതൊന്നും ഓർമ്മയില്ലേ നീ പറഞ്ഞത്? ലിറ്റിൽ മങ്കി ക്രൈസ് ആൻഡ് ക്രൈസ്. ഇത് കേട്ടതും ലിറ്റിൽ മങ്കി, കുഞ്ഞു മങ്കിയല്ലേ, അവൻ കരയാൻ തുടങ്ങി. കരഞ്ഞു. ഐ ലുക്ക് ഓഫുൾ, ഹി സേസ്. ഞാൻ ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുന്നു. ഓഫുൾ, ഐ ലുക്ക് ഓഫുൾ, ഹി സേസ്. വൃത്തികേടായിട്ടിരിക്കുന്നു എന്നെ കാണാനായിട്ട്. ഐ വാണ്ട് ടു ബി മൈസെൽഫ് എഗെയിൻ. എനിക്ക് ഞാൻ തന്നെ ആയാൽ മതി. ഞാൻ എങ്ങനെയാണോ ഇടുന്നത്, ഐ വാണ്ട് ടു ബി മൈസെൽഫ് എഗെയിൻ. ദർ ഈസ് എ പോപ്പ്, എ ബാങ് ആൻഡ് എ വിസ്. ഇവൻ ഈ മാജിക് വാൻഡും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഐ വാണ്ട് ടു ബി മൈസെൽഫ് എഗെയിൻ. എനിക്ക് എന്നെപ്പോലെ തന്നെ ആയാൽ മതി എന്ന് പറഞ്ഞതും എന്ത് പറ്റി? ദർ ഈസ് എ പോപ്പ്, എ ബാങ് ആൻഡ് എ വിസ്. ലിറ്റിൽ മങ്കി ഈസ് ഹിംസെൽഫ് എഗെയിൻ. വീണ്ടും അവൻ എന്തായി? ഇത് മാജിക് വാൻഡ് കൈ പിടിച്ചുകൊണ്ട് ഇത് പറഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അവൻ എന്തായി? വീണ്ടും ആ കുഞ്ഞ് ലിറ്റിൽ മങ്കി തന്നെ ആയി. സീബ്രയുടെ വരകളും അതുപോലെ തന്നെ ട്രങ്കും അതുപോലെ ലോങ് നെക്കും എല്ലാം പോയി മങ്കിയെ പോലെ തന്നെ ആയി ശരിക്കും കാണാം. ഹി ജംപ്സ് ഫോർ ജോയ്. അവൻ സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു? തുള്ളിച്ചാടി. ഹി ത്രോസ് ദ മാജിക് വാൻഡ് ഇൻ ടു ദ റിവർ. അവൻ എന്ത് ചെയ്തു? ആ മാജിക് വാൻഡിനെ റിവറിലോട്ട് എറിഞ്ഞു. ഹി നെവർ വാണ്ട്സ് ടു ബി എനി വൺ എൽസ് എഗെയിൻ. അവന് പിന്നീട് ഒരിക്കലും വേറെ ആരെങ്കിലും ആവണമെന്ന് തോന്നൽ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലുള്ള സ്റ്റോറി എന്ന് പറയുന്നത്. ഇത് എഴുതിയത് ആരാന്ന് നോക്കിയേ? ജൂഡി ലിങ് എന്ന് പറയുന്ന ഒരു റൈറ്ററാണ് ഈ സ്റ്റോറി എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറച്ച് ന്യൂ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ? സ്ട്രോങ്, വാൻഡ്, വിഷസ്, ബ്ലോസ്, ട്രങ്ക്, മോൺസ്റ്റർ. ഓക്കെ, ഇത്രയാണ് ഇതിൽ കൊടുത്തേക്കുന്ന ന്യൂ വേർഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ ടെക്സ്റ്റ് ബുക്ക് ഞാൻ വായിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടു കാണും, ചില വേർഡ്സിൽ ഇതുപോലെ അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. ഇതെല്ലാം ന്യൂ വേർഡ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതായത് ഇവിടെ നോക്കിയാൽ സീബ്ര, സ്ട്രൈപ്സ്, ഓക്കെ, മോൺസ്റ്റർ, നെക്ക്, ഓഫുൾ, ഇതുപോലെ വേർഡ്സ് എല്ലാം നിങ്ങൾക്ക് സ്പെല്ലിംഗ് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഇത് ഞാൻ ന്യൂ വേർഡ്സിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് എഴുതി പഠിക്കുക. ഓക്കെ, നമ്മൾ എക്സാം ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ അതും കൂടെ ചെയ്യാം. അപ്പോൾ ഇതിൽ നോക്കി, ഇതിൽ കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്കിതിൽ മാച്ച് ദ ആനിമൽ ഇൻ ടു ഇറ്റ്സ് ഗ്രൂപ്പ്സ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ ഇതിൽ കാണാനായിട്ട് സാധിക്കും. പേജ് നമ്പർ 35 ഈ ചാപ്റ്ററിൽ തന്നെ മാച്ച് ദ ആനിമൽ ഇൻ ടു ഗ്രൂപ്പ്സ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നോക്കി, ഇതെന്ന് പറയുന്നത് എന്താണ്? എ ബി അല്ലേ? ബി ഗ്രൂപ്പായിട്ട്, അതായത് ഒരുമിച്ച് ഒരു ബി ആണെങ്കിൽ നമ്മളതിനെ ബി എന്ന് പറയും. ഗ്രൂപ്പ് ഓഫ് ബീസ് ഇതിനെ എന്ത് പറയുമെന്ന് അറിയാമോ? സ്വാം എന്നാണ് പറയുന്നത്. എന്താണ്? ഗ്രൂപ്പ് ഓഫ് ബീസിനെ പറയുന്നതാണ് എന്ത് പറയും? എ സ്വാം ഓഫ് ബീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ബീസിൻ്റെ കൂട്ടം, ഗ്രൂപ്പ് ഓഫ് ബീസ്, കൂട്ടമായിട്ട് ബീസ് നിൽക്കുകയാണെങ്കിൽ അതിനെ എന്ത് പറയും? എ സ്വാം ഓഫ് ബീസ്. SWARM, സ്വാം ഓഫ് ബീസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കി, ഇവിടെ ഒരു കൗവേ ഉള്ളൂ, നമുക്ക് എന്ത് പറയാം? എ കൗ. ഗ്രൂപ്പ് ഓഫ് കൗസ്,
ഒരു കൂട്ടം കൗവാണെങ്കിൽ അതിന് എന്ത് പറയാം നമുക്ക്? എ ഹേർഡ്. കൗവിൻ്റെ ഗ്രൂപ്പിന് എന്ത് പറയും? കൗവിൻ്റെ കൂട്ടത്തിന് എന്ത് പറയും? ഹേർഡ് എന്നാണ് പറയുന്നത്. HERD, ഹേർഡ് ഓഫ് കൗസ്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് കൗസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ വേർഡ് എന്ന് പറയുന്നത് ഹേർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ ലയൺ. ഒരു ലൈനേ ഉള്ളൂ, ഇങ്ങനെ എന്ത് പറയാം? എ ലയൺ. ഗ്രൂപ്പ് ഓഫ് ലയൺസ് ആണെങ്കിൽ എന്താ പറയുക? അതേ നോക്കിയേ, ഇതിൽ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട് കേട്ടോ. 1 2 3 3 ഉണ്ട് അല്ലേ? അപ്പോൾ ഒന്നിൽ കൂടുതൽ ലയൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ പ്രൈഡ് ഓഫ് ലയൺസ്. നിങ്ങളിത് പഠിക്കുക. ബിയുടെ കൂട്ടത്തിന് നമ്മൾ ഗ്രൂപ്പ് ഓഫ് ബീസിനെ സ്വാം എന്ന് പറയും, ഗ്രൂപ്പ് ഓഫ് കൗസിനെ ഹേർഡ് എന്ന് പറയും, ഗ്രൂപ്പ് ഓഫ് ലയൺസിനെ പ്രൈഡ് എന്ന് പറയും. ഇനി ഗ്രൂപ്പ് ഓഫ് ബേർഡ്, ഇപ്പോൾ ഇവിടെ നോക്കി ഒരു ബേർഡേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് പറയാം? എ ബേർഡ് എന്ന് പറയാം. ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് ഇവിടെ നോക്കിയാൽ 1 2 3 4, ഒന്ന് മോർ ദാൻ 1 ബേർഡ്. അപ്പോൾ അതിനെ എന്ത് പറയാം? ഫ്ലോക്ക് എന്നാണ് പറയുന്നത്. ബേർഡ്സിൻ്റെ ഗ്രൂപ്പിനെ എന്ത് പറയും? ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ബീസ്, ഗ്രൂപ്പ് ഓഫ് ബീസിന് നമ്മൾ എന്താ പറയും? സ്വാം ഓഫ് ബീസ് എന്ന് പറയും. ഈ കൗവിൻ്റെ ഗ്രൂപ്പിനെ എന്താ പറയും? ഹേർഡ് എന്ന് പറയും. ലയണിൻ്റെ ഗ്രൂപ്പിനെ പ്രൈഡ് ഓഫ് ലയൺസ് എന്ന് പറയും. ബേർഡ്സിൻ്റെ ഗ്രൂപ്പിനെ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഇത് എഴുതിയതിന് ശേഷം, ഇതിൽ വരച്ചതിന് ശേഷം നിങ്ങളിത് പഠിച്ച് നല്ലവണ്ണം എന്ത് ചെയ്യുക? നല്ലവണ്ണം തറവായിട്ട് പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് പിന്നീട് ആവശ്യം വരുന്നതാണ്. ഓക്കെ, ഇതിൽ വേറൊരു എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ റൈറ്റ് അബൌട്ട് യുവർ ഫേവറേറ്റ് ആനിമൽ ഓർ ബേർഡ് കംപ്ലീറ്റിംഗ് ദീസ് സെൻറ്റൻസസ്. നിങ്ങളുടെ ഫേവറേറ്റ് ആനിമൽസിനെ പറ്റിയോ ബേർഡ്സിനെ പറ്റിയോ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ മൈ ഫേവറേറ്റ് ആനിമൽ ഓർ ബേർഡ് ഈസ്, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എന്തെഴുതാം? പാരറ്റ്. PARROT. ഓക്കെ, പാരറ്റ് ഒന്ന് എഴുതാം. എനിക്കിഷ്ടം, മൈ ഫേവറേറ്റ് ബേർഡ് ഈസ് പാരറ്റ്. ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ഇഷ്ടമാണ് അതിന്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് വെരി PRETTY. It is very pretty. Okay, because it is very pretty. I like it because it is very pretty. ഇനി I don't like it. എനിക്കതിന് ചില സമയത്ത് ഇഷ്ടമല്ല. ബിക്കോസ് എന്തുകൊണ്ടായിരിക്കും? It is naughty. Naughty എന്ന് പറഞ്ഞാൽ എന്താണ്? കുസൃതി. It is naughty. ഓക്കെ, ഇനി നോക്കിയേ. I think it looks like. ഞാൻ വിചാരിക്കുന്നത് അതിന് എന്തുപോലെയാണെന്നാ? ഇറ്റ് ലുക്സ് ലൈക്ക് എ ടോയ്. ഒരു പാവയെ പോലെയാണ് ഇതിരിക്കുന്നത്. ഇറ്റ്സ് ലൈക്സ് എ ടോയ്. ഓക്കെ, മൈ ഫേവറേറ്റ് ആനിമൽ ഈസ് ഓർ ബേർഡ് ഈസ് പാരറ്റ്. ഐ ലൈക്ക് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി പ്രിറ്റി. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ടി. ഐ തിങ്ക് ഇറ്റ് ലുക്സ് ലൈക്ക് എ ടോയ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. പുട്ട് ദ ലെറ്റേഴ്സ് ഇൻ ഓർഡർ ടു മേക്ക് എ വേർഡ്. ടു ഹാവ് ബീൻ ഡൺ ഫോർ യു. ഇതാ നോക്കിയാൽ സ്ക്രാമ്പിൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പെല്ലിംഗ് മാറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ഓർഡർ തെറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതിനെ നമ്മൾ കറക്റ്റായിട്ട് എഴുതാനാണ് പഠിക്കുന്നത്. ഇത് നോക്കിയേ. OT കറക്റ്റായിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും? TO. നോക്കിയേ. SI അത് കറക്റ്റായിട്ട് എഴുതുമ്പോൾ IS ഈസ്. ഓക്കെ, പിന്നെ EH നമുക്ക് കറക്റ്റായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? HE, ഹീ. ഓക്കെ, ഓക്കെ. GIB ഇത് കറക്റ്റായിട്ട് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? BIG, ബിഗ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് MIH ഇത് കറക്റ്റായിട്ട് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? HIM, ഹിം. ഓക്കെ, SIH ഇതെങ്ങനെ എഴുതാം? HIS, ഹിസ്. ഇനി നോക്കിയേ. REH നമുക്കിത് കറക്റ്റ് സ്പെല്ലിങ് HER, ഹെർ. ഇനി നോക്കിയേ. NAZ ഇത് കറക്റ്റായിട്ട് എഴുതാമ്പോൾ എങ്ങനെ എഴുതാൻ? നോക്കിയേ. CAN, ക്യാൻ. മനസ്സിലായോ? ഇത് കറക്റ്റ് ഓർഡർ തെറ്റിയാണ് എഴുതിയേക്കുന്നത്. നമ്മളത് കറക്റ്റ് ഓർഡർ ചെയ്ത് എഴുതിയപ്പോഴത്തേക്ക് നമുക്കറിയാവുന്ന വേർഡ്സ് കിട്ടി. ഓക്കെ, ഇനി നോക്കിയാൽ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്, കൗണ്ട് ആൻഡ് റൈറ്റ്. നമ്മളിത് പിക്ചറിൽ നോക്കിയിട്ട് കൗണ്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതിൽ ഓരോന്ന് വിടാം. ഇത് നോക്കിയാൽ. 1 ജിറാഫ്. അപ്പോൾ ഇവിടെ എത്ര എഴുതാം നമുക്ക്? അതുപോലെ തന്നെ 1 എലിഫൻറ്റ്. എങ്ങനെ എഴുതാം? 1 എലിഫൻറ്റ്. ഓക്കെ, ഇനി നോക്കിയേ. 1 സീബ്ര. ONE, 1
zebra. കണ്ടോ? ഇത് frog. 1 frog. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം ഓരോന്നുള്ളതുകൊണ്ടാണ് നമ്മൾ 1 elephant, 1 zebra, 1 frog. ഇനി ഇവിടെ നോക്കിയേ, മോർ ദാൻ 1 ആണ്. നോക്കിയേ, മോർ ദാൻ 1. ഇവിടെ 1 ഉണ്ടായിരുന്നുകൊണ്ട് ജിറാഫ് എന്ന് പറഞ്ഞു. മോർ ദാൻ 1, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചേർക്കണം? ജിറാഫിൻ്റെ കൂടെ ഒരു എസ് ചേർക്കണം. ജിറാഫ്സ് എന്ന് പറയും. ഇവിടെ നോക്കിയേ, ഒരു എലിഫൻറ്റിന് നമ്മൾ എലിഫൻ്റ് എന്ന് പറഞ്ഞു. മോർ ദാൻ 1 എലിഫൻറ്റ്, ഒരു എലിഫൻറ്റിൽ കൂടുതലുണ്ടെങ്കിൽ എന്ത് പറയും? ഇവിടെ എന്ത് ചേർക്കണം? എലിഫൻസ് എന്ന് പറയും. നമുക്ക് അവിടെ ഇപ്പോൾ എന്ത് ചേർക്കണം? എസ് ചേർക്കാം. ഓക്കെ, എലിഫൻസ്. ഇനി നോക്കിയേ, 1 2 3 4 സീബ്ര ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് പറയണം? സീബ്രാസ്. മോർ ദാൻ 1 സീബ്ര ഉണ്ട്, സീബ്രാസ്. ഓക്കെ, 1 2 3 4 5 6 ഫ്രോഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഫ്രോഗ്സ്, എസ് ചേർക്കണം. ഫ്രോഗ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ എഴുതിയിട്ടുണ്ട് 2 ജിറാഫ്സ്. ഇവിടെ എത്ര എലിഫൻ്റ് ഉണ്ട്? 1 2 3 എലിഫൻസ് അല്ലേ? THREE 3 എലിഫൻസ്. എലിഫൻ്റ് എന്ന് പറയില്ല, 3 എലിഫൻറ്റ് എന്ന് പറയില്ല, 3 എലിഫൻസ് എന്ന് പറയും. കാര്യം എന്താണ്? മോർ ദാൻ 1 ആണ്. അതുപോലെ തന്നെ സീബ്ര. ഇവിടെ സീബ്ര നോക്കിയാൽ 1 2 3 4 സീബ്രാസ് ഉണ്ട് അല്ലേ? അപ്പോൾ 4 ഇവിടെ എന്ത് എഴുതും? 4 സീബ്രാസ്. ഇവിടെ 4 സീബ്രാസ്. ഓക്കെ, ZEBRAS 4 zebras. ഓക്കെ, നോക്കിയേ. അപ്പോൾ നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ 1 ഫ്രോഗാണ് കൊടുത്തേക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് നോക്കിയേ, 1 2 3 4 5 6. അപ്പോൾ ഫ്രോഗ്സ് ഉണ്ട്, 6 ഫ്രോഗ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. ഈ സ്റ്റോറിയുടെ ഒരു മോറൽ എന്താണെന്ന് പറഞ്ഞാൽ, ഇതിലെന്താണ് മങ്കി ആഗ്രഹിച്ചത്? എന്താണ് മങ്കി ആഗ്രഹിച്ചതിൻ്റെ മോറൽ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ആ ലിറ്റിൽ മങ്കി വേറെ ആരൊക്കെയോ ആകാനായിട്ട് ശ്രമിച്ചു അല്ലേ? പക്ഷേ എപ്പോഴും നല്ലത് എന്താണ്? നമ്മളായി തന്നെ ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതാണ് ഈ സ്റ്റോറിയുടെ മോറൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലാസ്. എല്ലാവരും കേട്ട് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.